ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെറും 5 മാസം കൊണ്ട് കോടീശ്വരനായ കഥ മാധ്യമങ്ങൾ പറയുന്ന പോലെ അലാവുദ്ദീൻ അത്ഭുതവിളക്ക് കിട്ടിയ പോലെയാ. ഒന്നുകിൽ ഒരു കൂട്ടക്കൊല അയാൾ നടത്തിയിരിക്കും, അല്ലെങ്കിൽ സംഘം ചേർന്നൊരു കൊള്ള. രണ്ടായാലും അത് പുറത്തു വരും. ഇത്രയും നാളെ ജീവൻ നോക്കിയതാ നമ്മളെ വേർപിരിക്കാൻ. അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയില്ലേ? അതിന് നമ്മൾ രണ്ടാളും വിജയിച്ചില്ലേ? അമ്മേ, എനിക്കിപ്പോ ചാവാൻ പേടിയൊന്നുമില്ല. മോളെ, നിന്നോട് എങ്ങനെയാ ഞാനിനി പറയാ? നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഹരിയുടെ മനസ്സിലുള്ളതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിന്റെ ഈ അവസ്ഥ അറിയുമ്പോ അതും മാറും. ജീവൻ തിരിച്ചു വരുമ്പോ അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാല്, എന്നെ അമ്മ പറഞ്ഞയച്ചു എന്നറിഞ്ഞാല് പൊറുക്കും അയാള്. ഏത് വിധത്തിലായിരിക്കും അമ്മയെ അയാള് ദ്രോഹിക്കുക? അതോർത്ത ഒരു ചൂട് മുന്നോട്ട് വെക്കാൻ എനിക്ക് പറ്റുമോ? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തീരെയാണെങ്കിൽ ഇവിടെ തീരട്ടെ. ഇത്രയും കാലം ഞാൻ അമ്മയുടെ തണലിൽ ജീവിച്ചില്ലേ? എന്ത് വന്നാലും എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയുണ്ടല്ലോ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് തന്നെയാണ് അവസാനമെന്ന് ഞാൻ കരുതിക്കോളാം. അമ്മേ, എന്നോട് പോവാൻ പറയല്ലേ അമ്മ, പ്ലീസ്. ശരി, എങ്കിലും ശിവാനന്ദനെ ഒന്ന് വിളിച്ചേക്കാം. നിന്നെ തനിച്ചയക്കുന്നു ഞാൻ പറയുന്നില്ല. എപ്പോ വേണമെങ്കിലും നമ്മൾ ചെല്ലുമെന്ന് പറയാം. അത് മതിയമ്മേ. അച്ഛന്റെ കാര്യത്തില് ജീവൻ എന്താ ചെയ്യുന്നെന്ന് അറിയണം. എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങള്. വണ്ടി ഓട്ട് എടാ മോനെ ശരവൺ, ശരവണ, നിനക്ക് ഇവിടുത്തെ നല്ലൊരു ബേക്കറി ഏതാണെന്നറിയോ? തെരിയും സാർ, തെരിയും. ശ്രീകൃഷ്ണ സ്വീറ്റ് സാർ. ആ യെസ്. നീയേ അവിടെ പോയിട്ടൊരു കേക്ക് വാങ്ങണം. പിന്നെ എന്നിട്ടേ വീട്ടിൽ വെച്ചാ മതി. സാർ. എന്താ ശരവണ? சார், நீங்க வந்து இது மாதிரி எல்லாம் பண்ற காணும்போ ஏதோ சந்தேகம் எல்லாம் வருது. എന്താ ശരവണ, ഞാൻ നന്നാവാൻ നിങ്ങൾ ആരും സമ്മതിക്കില്ല. சார், രഘു സാറെ பார்க்க போறேன்னு சொல்றது. അമ്മയും നിത്യയും കൂട്ടിക്കൊണ്ടു പോകാന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്, നീ വന്നോ. അവർക്കൊരു സെക്യൂരിറ്റി ആവട്ടെ. അല്ലെങ്കിലും എന്റെ ഒപ്പം പോരാൻ അവർക്കൊരു പേടിയുണ്ടാവും. സാർ. ശരവണ, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. അപ്പൊ ബുദ്ധിയുള്ളവര് ആ തോൽവി അംഗീകരിക്കുക, എന്നിട്ട് അടുത്ത വിജയത്തിന് വേണ്ടി കാത്തിരിക്കുക. അല്ലാതെ തോറ്റത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ മണ്ടൻ. നിന്നെപ്പോലെ പരമമണ്ടൻ. ജയാറിനെ കുറിച്ച് ജയിച്ചവൻ മാത്രമെന്ന് എല്ലാവരും പറയും. പക്ഷേ ജയാർ തോറ്റ തോൽവികള് നിനക്ക് നന്നായിട്ട് അറിയില്ലേ ശരവണ. സോ തോറ്റതൊക്കെ ഞാൻ വിടുന്നു, എന്നിട്ട് ജയിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. ശരവണ, ലേറ്റ് ആവരുത്. ഓക്കെ? സ്വാമി, ഒരർത്ഥത്തില് നമ്മൾ രണ്ടുപേരും ചെയ്യാറിന്റെ സ്വന്തക്കാരാ. സ്വാമി അയാളിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നു, ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾക്ക് കൂലി വാങ്ങിക്കുന്നു.
പാതിരാത്രി ഒരുത്തന്നെ കുത്തിക്കൊന്നിട്ട് ആ ചോരയൊലിക്കുന്ന കത്തിയോടെ എന്റെ ഓഫീസിലെ കസേരയിൽ വന്നൊരുത്തനിരിക്കുന്നു. അവനെ രക്ഷിച്ചെടുത്ത ചരിത്രമുണ്ട്. കാരണം കൊല ചെയ്ത കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും അവൻ എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവൻ സത്യസന്ധനായിരുന്നു. പക്ഷേ ഒരർത്ഥത്തിൽ നിഴല് പോലെ കൂടെ നിൽക്കുന്ന സ്വാമിയെ പോലും അയാൾ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അത്രയും ക്രൂരമാണ് അയാളുടെ ഭൂതകാലം. സർ, ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ തുറന്ന് പറഞ്ഞിട്ടില്ല. ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ലോകം കീഴടക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന്. പക്ഷെ അത് വേറൊരു തോന്നലാ. ജയർ തനിച്ച് ജയിച്ചു എന്ന് അയാൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അയാൾക്ക് അവസരം ഒരുക്കി കൊടുത്ത ഒരുപാട് പേരുണ്ട്. അയാളത് ബോധപൂർവം മറക്കുന്നു. സ്വാമിക്ക് ഞാനൊരു ഉപദേശം തരാം. ഇനി ഇവിടെ തുടരുന്നത് സ്വാമിക്ക് അത്ര നന്നായിരിക്കില്ല. ഇത്രയും നാളത്തെ സ്വാമിയുടെ സർവീസിനിടയ്ക്ക് സ്വാമിയെ കുരുക്കാൻ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാൾ പുതിയതായി ആരംഭിക്കുന്ന ബിസിനസ്സുകളിൽ സ്വാമി ഒരു സൈലന്റ് പാർട്ണറാണോ എന്ന് പോലും. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ആദ്യത്തെ അറസ്റ്റ് സ്വാമിക്ക് നേരെയായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ജെആറിന്റെ ഓഫീസിലേക്ക് ഞാൻ വന്നതേ കൃത്യമായ അപേക്ഷയ്ക്കും ഇന്റർവ്യൂവിന് ശേഷമാ. ഒരു ശമ്പളക്കാരൻ മാത്രമാണ്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും. പക്ഷെ കാടടച്ചൊരു അന്വേഷണം നടത്തുന്നവർക്ക് ആ മറുപടി പോരാ. സ്വാമിക്ക് ജെആറിന്റെ കമ്പനി വിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നാകണം. ഇതൊരു ഫ്രണ്ട്ലി അഡ്വൈസാ. നിങ്ങൾക്കത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പിന്നെ എന്റെ കാര്യം, ഒരു വക്കീൽ കുപ്പായം തികത്തുള്ളപ്പോ എന്നെ ചോദ്യം ചെയ്യാനൊന്നും പോലീസിന് പറ്റില്ല. വിവരങ്ങൾ ആരായാം. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. ജെആർ നടത്തുന്ന നീക്കങ്ങള് വിജയിക്കില്ല എന്നാണോ? സാധാരണ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമ്പോ തുടക്കത്തിൽ ആരും അറിയാറില്ല. ശ്രദ്ധിച്ചു തുടങ്ങുമ്പോ പടിപടിയായി ഓരോന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ജെആറിനെ സംബന്ധിച്ച് അതായി കഴിഞ്ഞു. ഉപദേശം കൊടുക്കാൻ പറ്റും, പക്ഷെ സംഭവിക്കുന്നത് തടഞ്ഞു നിർത്താമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല. സ്വാമി ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. ജീവൻ അയാളുടെ ഭൂതകാലമൊന്നും പുറത്തുവിടില്ല. കാരണം അത് അത്രയ്ക്ക് കുഴപ്പമാണ്. വെറും 5 മാസം കൊണ്ട് കോടീശ്വരനായ കഥ മാധ്യമങ്ങൾ പറയുന്ന പോലെ അലാവുദ്ദീൻ അത്ഭുതവിളക്ക് കിട്ടിയ പോലെയാ. ഒന്നുകിൽ ഒരു കൂട്ടക്കൊല അയാൾ നടത്തിയിരിക്കും, അല്ലെങ്കിൽ സംഘം ചേർന്നൊരു കൊള്ള. രണ്ടായാലും അത് പുറത്തു വരും. അതിനധികം താമസമൊന്നുമില്ല. എനിക്കൊരു കുടുംബമുണ്ട് സർ. അവർക്ക് വേറെ ആരുമില്ല. ശമ്പളത്തിന്റെ അട്രാക്ഷൻ കൊണ്ടാ ഞാൻ ജെആറിലേക്ക് വന്നത്. പിന്നെ ഏതൊരു സ്ഥലത്ത് എത്തുമ്പോഴും എന്നെപ്പോലൊരാള് അവിടുത്തെ രഹസ്യങ്ങൾ ചുമക്കാൻ ബാധ്യസ്ഥനാണല്ലോ. ഞാൻ ഈ സംസാരിച്ചത് ജെആർ അറിയണ്ട. ഒരുപക്ഷെ ഇനി എന്നെ കൊല്ലാനായിരിക്കും അയാളുടെ ശ്രമം. സത്യത്തില് സമ്പന്നനായൊരു കോർപ്പറേറ്റ് എന്നതിനേക്കാൾ കൊല്ലയാളിയായൊരു സൈക്കോ, അതാണ് അയാൾക്ക് ചേരുന്ന പേര്. അങ്ങനെയുള്ളവരുടെ അവസാനത്തെ ആയുധം കൊല്ലുക എന്ന് തന്നെയാണ്. അത് സ്വന്തം അച്ഛനാവാം, കുടുംബാംഗങ്ങളാകാം, ഒരുപക്ഷെ സ്വാമിയെ പോലും ആകാം. ബി കെയർഫുൾ. മധുര നൊമ്പരക്കാറ്റ്